ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാം എല്ലാവരും ദൈവവചനം വായിക്കുന്നവരാണ്, അത് പഠിക്കുന്നവരാണ്, അത് കേൾക്കാൻ താല്പര്യമുള്ളതാണ്. എന്നാൽ നാം എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ, എന്താണ് ഈ ദൈവവചനം? എന്താണ് ഈ ദൈവവചനത്തിൻ്റെ പ്രത്യേകത? ഈ ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്യുവാൻ കഴിയും? ഈ ദൈവവചനം കാരണം എങ്ങനെ അനുഗ്രഹങ്ങൾ നമ്മുടെ ഭവനത്തിൽ വന്നു കയറും, നമ്മുടെ ജീവിതത്തിൽ വരും? ഈ ദൈവവചനം കാരണം ചിലപ്പോൾ എങ്ങനെ ശാപം വീട്ടിലേക്ക് വന്നു കയറാൻ ഇടയായിത്തീരും? വിശുദ്ധ തിരുവചനത്തിൽ ദൈവവചനത്തെ പറ്റി തന്നെ പറയുന്ന ഒരു വാക്യം 2 തിമോത്തിയോസ് 3:16-17 ഉണ്ട്. അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു: എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനം ഉള്ളതാകുന്നു. ഈ ദൈവവചനം നമ്മെ ശോധന ചെയ്യുന്നതാണ്. ഈ ദൈവവചനം നമ്മെ ഉപദേശിക്കുന്നതാണ്. ഈ ദൈവവചനം നമ്മെ ശാസിക്കുന്നതാണ്, നമ്മെ നല്ല നിലത്തിൽ നടത്തുന്നതാണ്, നമ്മെ അനുഗ്രഹിക്കുന്നതാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 63-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു: ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനും ആകുന്നു. പ്രിയ ദൈവമക്കളെ, നാം വായിക്കുന്ന ഈ വചനം, നാം പഠിക്കുന്ന ഈ വചനം, അത് നമുക്ക് ജീവനാണ്, അത് ആത്മാവാകുന്നു. ഈ ദൈവവചനത്താൽ സകലവും ഉണ്ടാക്കി, സകലവും തൻ്റെ വാക്കിനായി ഉളവായി വന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം നാം വായിക്കുമ്പോൾ സകലവും ഉളവാകട്ടെ എന്ന് ദൈവം പറഞ്ഞു. അങ്ങനെ തന്നെ സംഭവിച്ചു. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തു ഇങ്ങനെ പറയുന്നു: ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം ഇപ്പോൾ നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു. അതിൻ്റെ അർത്ഥം ഈ ദൈവവചനം നമ്മെ ശുദ്ധീകരിക്കുന്നതാണ്. ഈ ദൈവവചനം നമ്മെ കഴുകുന്നതാണ്. സങ്കീർത്തനം 119:11 ഇപ്രകാരം പറയുന്നു: ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. നാം പാപം ചെയ്യാതിരിക്കുന്നത് ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ ഉള്ളപ്പോഴാണ്. ഏതെങ്കിലും ഒരു തെറ്റിൽ അകപ്പെട്ടു പോകാൻ സാധ്യതയുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു പാപം ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ, അപ്പോൾ പരിശുദ്ധാത്മാവ് ഈ ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തും. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നാം എല്ലാവരും ദൈവവചനം നിശ്ചയമായും പഠിച്ചിരിക്കണം, വായിച്ചിരിക്കണം. അതിൻ്റെ കാരണം ഈ ദൈവവചനത്തിലൂടെയാണ് നമുക്ക് വിടുതലുള്ളത്, നമുക്ക് അനുഗ്രഹങ്ങളുള്ളത്. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.